ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഏവർക്കും പ്രഭാത വന്ദനം. ഒരു നല്ല പകലൂടെ കർത്താവ് നമുക്ക് നൽകിയതിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കൾ എന്ന നിലയിൽ നമ്മുടെ ജീവിതയാത്രകളിൽ നമുക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ തന്ന് അനുദിനം ദൈവം നമ്മളെ നടത്തുന്നു. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു, ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതമാണ്. അതെ, ക്രിസ്തുവിൽ ഉള്ള ജീവിതം, ക്രിസ്തുവിനോട് കൂടെയുള്ള ജീവിതം ഏറ്റവും ശ്രേഷ്ഠമാണ്, സൗഭാഗ്യകരമാണ്. എങ്കിലും ഭാരങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഈ ജീവിതത്തിൽ വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം വരുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ചുവടുകൾ മുൻപോട്ട് വെക്കുന്നത്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ഭവിക്കത്തില്ല. അപ്പൊ ഈ പകലിലും ജീവിതയാത്രകളിൽ കഷ്ടമനുഭവിക്കുന്ന വേദനയ്ക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അനുഭവമാണ് കഷ്ടങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും. ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ ഭക്തനായ മനുഷ്യൻ യാക്കോബ് പറയുന്നു, സകലതും എനിക്ക് പ്രതികൂലം. ദൈവത്തെ മുഖാമുഖം കണ്ട് ദൈവിക ദർശനം പ്രാപിച്ച് ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഭക്തനായ മനുഷ്യൻ പറഞ്ഞു, സകലതും എനിക്ക് പ്രതികൂലമാണ്. ഇന്ന് പല ഓർക്കണം, നമ്മൾ ജീവിതത്തിൻ്റെ സന്തോഷം അനുഭവിക്കുമ്പോഴും ഈ ക്രിസ്തുവുള്ള പ്രത്യാശയോടെ മുൻപോട്ട് പോകുമ്പോഴും കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലുമുണ്ട് എന്തൊക്കെയോ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ. യാക്കോബിനെ പോലെ നമ്മളും പറഞ്ഞിട്ടുണ്ടല്ലോ, ആത്മീയ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ കർത്താവിനെ ആരാധിച്ചു വരുന്ന വിശ്വാസ സമൂഹത്തിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാം എനിക്ക് പ്രതികൂലമാണ്, ഒന്നിനും ഒരു പച്ചിപ്പുണ്ടാകുന്നില്ല, ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ഒന്നിനും ഒരു ഉയർച്ച പ്രാപിക്കാൻ കഴിയുന്നില്ല. ഈ പ്രഭാതത്തിൽ പലതിനെ ചൊല്ലി വ്യാകുലപ്പെട്ട് നിരാശപ്പെട്ട് ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ അല്പം പ്രതികൂലമുണ്ടെങ്കിലും 45-ാം അധ്യായത്തിൽ വരുമ്പോൾ 27-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, ജോസഫ് അയച്ച രഥം കണ്ടപ്പോൾ യാക്കോബിന് ചൈതന്യമുണ്ടായി. പ്രിയ ദൈവമക്കളെ, സകലതും എനിക്ക് പ്രതികൂലം എന്ന് പറഞ്ഞ് തന്റെ ജീവിതത്തെ ഒതുക്കി തീർക്കാൻ ശ്രമിച്ച യാക്കോബ് പറയാണ്, ഇപ്പോൾ എനിക്ക് വലിയ ചൈതന്യമുണ്ടായി, എനിക്കൊരു ഉണർവുണ്ടായി. കാര്യമെന്താ? എൻ്റെ മകൻ ജോസഫ് ജീവിച്ചിരിപ്പുണ്ട്, അവൻ എനിക്ക് വേണ്ടി രഥം അയച്ചിട്ടുണ്ട്, ഞാൻ അവിടെ ചെന്ന് അവനെ കാണും. ഇന്ന് പല ഓർക്കണം, ദൈവം തമ്പുരാൻ നമ്മളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ അത് നിവർത്തീകരിക്കുക തന്നെ ചെയ്യും. ഇന്ന് കാണുന്ന പ്രതികൂലങ്ങളും ഇന്ന് കാണുന്ന പ്രതിസന്ധികളും കൊണ്ട് മനം കലങ്ങിപ്പോകാതെ ഈ പ്രഭാതത്തിൽ ഉറപ്പോടെ വിളിച്ചു പറ, എനിക്കും ചൈതന്യം ഉണ്ടാകുന്ന ദിവസമുണ്ട്. ഒരു നല്ല വാർത്ത എൻ്റെ കാതിൽ കേൾക്കും. അത് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല. ആ തിരുവെടുത്ത് പറയുന്നത് പോലെ ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. റോമാലേഖനത്തിൽ പൗലോസിലെ ഇങ്ങനെ ചോദിക്കുന്നു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? സകലതും എനിക്ക് പ്രതികൂലം എന്ന് ഒരു വട്ടം പറയുമ്പോൾ മറുഭാഗം പറയുന്നു, എനിക്ക് പ്രതികൂലമുണ്ട്, പക്ഷെ ദൈവം എനിക്ക് അനുകൂലമാണ്. ഈ പുതിയ ദിനത്തിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ പിന്തുടരട്ടെ. പ്രാർത്ഥനയാൽ മുന്നോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.